ഹായ് വെൽക്കം ബാക്ക് ടു ആർ സ്റ്റോറീസ്. സമയം വന്നിട്ട് 4:30 കഴിഞ്ഞു. ഈവനിങ് ആണ് കേട്ടോ. ഞാനൊന്ന് പുറത്തു വന്ന് നോക്കിയപ്പോഴത്തേക്ക് നല്ലൊരു മഴയൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ അന്തരീക്ഷം നല്ല കുളിർമയായിട്ട് കിടക്കുക. വന്നിട്ട് എൻ്റെ വീടാണ്. ഞാൻ എൻ്റെ വീട്ടിലാണുള്ളത്. നമ്മൾ ഉത്സവം ആഘോഷിക്കാൻ വന്നതാണ് കേട്ടോ. ഞാൻ രാവിലെ എണീറ്റ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഉച്ചയ്ക്ക് അമ്മയെ ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊക്കെ ഹെൽപ്പ് ചെയ്തതിന് ശേഷം ഞാൻ പോയി കിടന്നുറങ്ങി. എഴുന്നേറ്റ് ഫുഡ് കഴിക്കാൻ പോകുന്നതേ ഉള്ളൂ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം പെട്ടെന്നൊന്ന് കുളിച്ചിട്ട് വരാം. നമ്മുടെ അമ്പലത്തിൽ ഉത്സവമല്ലേ, അപ്പോൾ അമ്പലത്തിലൊന്നും കയറുന്നില്ല, ജസ്റ്റ് പുറത്ത് ഒന്ന് ഫുള്ള് കാണാൻ പോകുന്നതേ ഉള്ളൂ. അമ്പലത്തിനകത്ത് കയറുന്നില്ല കേട്ടോ. അങ്ങനെ ഞാൻ വീഡിയോ എടുക്കാൻ പോയപ്പോഴത്തേക്ക് അമ്മ പെട്ടെന്നൊന്ന് കയറിയപ്പോഴത്തേക്ക് ഞാൻ പേടിച്ച് പോയതാണ് ആ ഞെട്ടൽ. പിന്നെ ഇത് വന്നിട്ട് എൻ്റെ അമ്മയുടെ മേക്കപ്പ് ബോക്സാണ്. എനിക്കുള്ളതിനേക്കാളും മേക്കപ്പ് ഐറ്റംസ് എൻ്റെ അമ്മയ്ക്കുണ്ട്. അങ്ങനെ ഞാൻ റെഡിയാകാൻ നിന്നപ്പോഴത്തേക്ക് അമ്മ, ഞാൻ ക്യാമറ വെച്ചേക്കുന്ന കണ്ടിട്ട് അമ്മ അടുത്തോട്ട് വരാത്തതാണ് കേട്ടോ. അമ്മ അതുകൊണ്ട് ദൂരെ നിന്ന് റെഡിയാവുകയാണ്. ഞാൻ അടുത്ത് വന്നാൽ മേക്കപ്പ് സാധനങ്ങൾ തരാമെന്ന് പറഞ്ഞു. അപ്പോൾ കേട്ടില്ല, ദൂരെ നിന്ന് എത്തി സാധനങ്ങളെടുത്ത് ഒരുങ്ങുവാണ് കേട്ടോ അമ്മ. എനിക്ക് ചില സമയത്ത് നന്നായിട്ട് മേക്കപ്പ് ചെയ്യുമ്പോഴത്തേക്ക് ഞാൻ ഇരുണ്ട് പോകുന്ന എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് കേട്ടോ. അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയത്തില്ല, ഭയങ്കരമായിട്ട് ഞാൻ ഇരുണ്ട് പോകുന്ന കണക്കൊരു ഫീൽ എനിക്ക് വരാറുണ്ട്. അങ്ങനെ അതേസമയം അങ്ങനെ മേക്കപ്പ് ഒന്നും ചെയ്യാതിരിക്കുന്ന ടൈമിൽ നോർമൽ സ്കിൻ ടോൺ എടുത്ത് കാണിക്കുന്ന കണക്കും ഫീൽ ചെയ്തിട്ടുണ്ട്. പോട്ടെ, ജസ്റ്റ് ഒന്നുമില്ല. ഒരു സെറം അപ്ലൈ ചെയ്തു, മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തു, ഒരു BB ക്രീം, പിന്നെ ഒരു ലിപ്സ്റ്റിക്ക് വെച്ച് ബ്ലഷ് ചെയ്തു, പിന്നെ സ്ട്രോബ് ക്രീം യൂസ് ചെയ്തു, പിന്നെ ലിപ്സ്റ്റിക്ക് ഇട്ടു. അതിനിടയ്ക്ക് ജസ്റ്റ് എനിക്ക് കോമ്പാക്റ്റ് അവിടെ ഇല്ലാത്തത് കൊണ്ട് ഞാൻ നോർമൽ പൗഡർ വെച്ച് അഡ്ജസ്റ്റും ചെയ്തു. യൂഷ്വലി എനിക്ക് മേക്കപ്പ് ചെയ്യാൻ ഒരുപാട് ടൈമൊന്നും വേണ്ട. ഞാനൊരു 25 മിനിറ്റൊക്കെ കൊണ്ട് ഫുൾ പുട്ടിയൊക്കെ ഇട്ട് കഴിഞ്ഞതാണ്. ബട്ട് വീഡിയോയിൽ നല്ല ലെങ്ത് തോന്നിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ മേക്കപ്പ് ചെയ്യുന്നത് ഒരു 3x 4xലിട്ട് കാണിച്ചിട്ടും ഒരുപാട് ലെങ്ത് ഫീൽ ചെയ്യുന്നുണ്ട്. ഞാൻ വേറെ പറഞ്ഞ കണക്ക് വേറെ ഒന്നും ചെയ്തില്ല. ഇത് വന്നിട്ട് സ്റ്റുഡിയോയുടെ ഐ ഷാഡോ ആണ് കേട്ടോ. ഗ്ലിറ്റർ ഐ ഷാഡോ ആണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഗ്ലിറ്റർ ഐ ഷാഡോ. നമ്മൾ ഗ്ലിറ്റർ ഐ ഷാഡോ മീൻസ് കളർ വേരിയൻസ് അല്ല, ബ്ലാക്കിൽ നമ്മൾ നല്ല സൂക്ഷിച്ച് നോക്കിയാൽ മാത്രം കാണാൻ പറ്റുന്ന ഗോൾഡൻ കളർ ഗ്ലിറ്റേഴ്സാണ്. നോർമലി നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ബ്ലാക്ക് ഐലൈനർ പോലെ ഇരിക്കും. നമ്മളിങ്ങനെ സൂക്ഷിച്ച് നോക്കുമ്പോഴത്തേക്ക് അതിലൊരു ഗോൾഡൻ ടച്ച് വരുന്ന പോലെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. എനിക്ക് ബ്ലൂ ഗ്രീൻ അങ്ങനത്തെ സംഭവങ്ങൾ എനിക്കിഷ്ടമില്ല. ഇത് നമ്മളൊരു പാർട്ടിക്കൊക്കെ പോകുമ്പോഴത്തേക്ക് നമ്മളൊന്ന് ജിൽ ജിൽ നിൽക്കത്തില്ലേ, അതുപോലൊരു ഫീൽ വരുന്ന ഒരു ഐലൈനറാണ് കേട്ടോ. അതെനിക്ക് കുറച്ച് നേരം നിൽക്കുകയും ചെയ്യും, വലിയ ഇഷ്യൂ ഇല്ല. പക്ഷെ വാട്ടർ പ്രൂഫൊന്നും അല്ല, പിന്നെ സ്റ്റുഡിയോയുടെ സാധനമാണ്. അപ്പം ക്വാളിറ്റി ഉണ്ടോ, ഉണ്ട്, ഇല്ല, അങ്ങനത്തെ ഒരു ഐറ്റമാണ് സാധനം. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞാനൊന്ന് ഐബ്രോ ഷേപ്പ് ചെയ്ത് കൊടുത്തു കേട്ടോ. വരച്ചു കൊടുത്തു, കാരണം ഐബ്രോ ഒരു ഷേപ്പും ഇല്ലാണ്ടിരിക്കുകയാണ് ഇപ്പോൾ. അതുകൊണ്ട് ഞാനൊന്ന് വരച്ച് സെറ്റ് ചെയ്ത് കൊടുത്തു. പിന്നെ ഞാൻ അവിടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ ലിപ്സ്റ്റിക്കും കാര്യങ്ങളൊന്നും കൊണ്ടുപോകാറില്ല. എല്ലാം അമ്മയുടെ നിന്ന് ഓസിയാണ് ഞാൻ അവിടെ നിൽക്കാറ്. അങ്ങനെ അമ്മയുടെ ലിപ്സ്റ്റിക്ക് ഞാനായിട്ട് 2 ഷെയ്ഡ് മിക്സ് ചെയ്തിട്ട് ഒന്ന് എൻ്റെ സ്കിൻ ടോണിന് ഓക്കെ ആയ കളറാക്കി എടുത്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ പോയി ഡ്രസ്സ് മാറിയിട്ട് വരാം. ഇതാണ് കേട്ടോ എൻ്റെ ഡ്രസ്സ്. നല്ലൊരു ഗ്രീൻ കോപ്പർ ഡബിൾ ഷെയ്ഡ് വരുന്നൊരു ഡ്രസ്സ്. എനിക്ക് അമ്മയുടെ ഡ്രസ്സ് ഭയങ്കര ഇഷ്ടപ്പെട്ടെ. ഞാൻ അമ്മയുടെ അടുത്ത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു, അമ്മ നല്ല ഭംഗിയുണ്ട് അമ്മ, അമ്മയുടെ ഡ്രസ്സ് കാണാം, അമ്മ ഇട്ടിട്ടും നല്ല ചേരുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് അമ്മയുടെ അടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ ഡ്രസ്സ്. എനിക്കിഷ്ടപ്പെട്ടു, ഇട്ടപ്പോഴത്തേക്കും നല്ല രസമുണ്ടായിരുന്നു. പക്ഷേ വീഡിയോയിലും ഫോട്ടോസിലും ഒക്കെ എനിക്ക് ഭയങ്കര വണ്ണം തോന്നുന്നുണ്ട്. നേരിട്ട് കാണാൻ ഞാൻ നല്ല മെലിഞ്ഞാണ് കേട്ടോ ഇരുന്നത്. എന്തുകൊണ്ട് വീഡിയോസിലും ഫോട്ടോസിലൊക്കെ അങ്ങനെ തോന്നുന്നു എന്ന് എനിക്കറിയില്ല. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഞാൻ ജസ്റ്റ് ഒരുങ്ങി കഴിഞ്ഞതിന് ശേഷം വീഡിയോ എടുക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. അപ്പോൾ പപ്പ അവിടെ നിൽക്കുമായിരുന്നു. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്ന കണ്ടിട്ട് പപ്പ ഓടി മാഞ്ഞതാണ് നിങ്ങൾ കണ്ടത്. ഇനി നമുക്ക് ഇറങ്ങാം. രാഹു വന്നിട്ടില്ല. രാഹു തലേ ദിവസം എന്നെ കൊണ്ട് വീട്ടിലാക്കിയിട്ട് ഈ ദിവസം രാവിലെ വർക്കിന് പോയിട്ട് ഇനി രാത്രിയേ വരത്തുള്ളൂ.
അപ്പോഴത്തേക്കും നമ്മളൊന്ന് പോയി അവിടെയൊക്കെ കണ്ടിട്ട് വരാമെന്ന് വിചാരിച്ചു. രാഹു നൈറ്റ് എത്തത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളൊരു സെക്ഷൻ പോയി കണ്ടിട്ട് വരുമ്പോഴത്തേക്ക് രാഹു വരും. രാഹു വന്നതിന് ശേഷം നമുക്ക് സെക്കൻഡ് സെക്ഷൻ പോയി കാണാം എന്ന് വിചാരിച്ചിട്ടാട്ടോ. നമ്മൾ എൻ്റെ വീട്ടിൽ നിന്ന് അമ്പലത്തിൽ പോകുന്നതിൻ്റെ വഴിക്ക് ഫ്ലോട്ട് കൊണ്ടുപോകുന്നത് കണ്ടതാട്ടോ. അത് കറക്റ്റ് അറേഞ്ച്മെൻറ്റിൽ ഫ്ലോട്ടുകൾ ജസ്റ്റ് കൊണ്ടുപോവുകയാണ്. അപ്പോൾ നമ്മൾ അവിടെ ഇറങ്ങി നിന്ന് ഫ്ലോട്ടൊക്കെ കണ്ടു. ഇതൊന്നും ഓണാക്കിയിട്ടോ കാര്യങ്ങളൊന്നും ഇല്ലെന്ന് തോന്നുന്നു. ജസ്റ്റ് ഇങ്ങനെ അവർ കൊണ്ടുപോവുക വേറെ ഫ്ലോട്ടുകൾ മാത്രമായിട്ട്. ഇതൊന്നും തലയും വാലും ഇല്ലാത്തത് കൊണ്ട് കണ്ടിട്ടൊന്നും അത്ര ഭംഗിയായിട്ട് തോന്നിയൊന്നുമില്ല. ഇതൊക്കെ വർക്ക് ചെയ്യിക്കുമ്പോഴത്തേക്കൊക്കെയാണല്ലോ നമുക്ക് കാണാനൊരു ഭംഗി ഫീൽ ചെയ്യുന്നത്. അങ്ങനെ ഫ്ലോട്ടുകളൊക്കെ പോയി അവസാനത്തെ ഫ്ലോട്ട് ഞാനും എൻ്റെ അമ്മയും നിൽക്കുന്നു. അങ്ങനെ നമ്മൾ അത് കഴിഞ്ഞിട്ട് നേരെ അമ്പലത്തിൻ്റെ അടുത്തോട്ട് പോയി കേട്ടോ. അവിടെയൊക്കെ നല്ല തിരക്കുണ്ടായിരുന്നു. സമയമായി വരുന്നേ ഉള്ളൂ. ഇതൊരു 6 മണിയൊക്കെയാണ് കേട്ടോ. ഞാൻ മറ്റേ ലൈറ്റ് കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചേക്കുവാണ്. അതുകൊണ്ടാണ് ഭയങ്കര ഇരുട്ടായത് കണക്ക് നിങ്ങൾക്ക് തോന്നുന്നത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ പോയി ഒന്ന് വാട്ടർ ഷോ ഒക്കെ കണ്ടു കേട്ടോ. ഭയങ്കര വാട്ടർ ഷോ ഒന്നുമല്ല, നമ്മളിങ്ങനെ റോഡിൻ്റെ സൈഡിൽ അവരിങ്ങനെ വെള്ളം കൊണ്ട് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. പിന്നെ ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് പണ്ടും ഇപ്പോഴും ഒക്കെ ഒരു കൗതുകം, അത്രയേ ഉള്ളൂ. ആൾക്കാരൊക്കെ വന്നു തുടങ്ങി. ജസ്റ്റ് ഒരു തിരക്കൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇവിടെ അല്ല, ഇത് അമ്പലത്തിനടുത്തല്ല ഇത് വന്നിട്ട്. ഇത് ജംഗ്ഷനാണ് കേട്ടോ. അതൊരു ജംഗ്ഷൻ അല്ലല്ലോ, റോഡാണ് കേട്ടോ, വണ്ടി പോകുന്ന റോഡാണത്. പിന്നെ നമ്മൾ കുറേ നേരം അമ്മയുടെ ടിന്നിനെയൊക്കെ വെയിറ്റ് ചെയ്തിരുന്നിട്ട് കാണാത്തത് കൊണ്ട് നമ്മൾ നേരെ പോയി 2 കോഫി കുടിച്ചു. ഞാനും അമ്മ ഒരു കോഫിയൊക്കെ കുടിച്ചിറങ്ങി. അവിടെ അത്രയും നടന്നു, എന്നിട്ടും അവരെയൊന്നും കണ്ടില്ല. അങ്ങനെ നമ്മൾ കുറേ നേരം ഒരു ആലിൻ്റെ ചോട്ടിൽ ചെന്നിരുന്നു. ഒന്ന് മഴ തുടങ്ങിയപ്പോഴത്തേക്ക് ഞാനും അമ്മയും കൂടി തിരിച്ച് വീട്ടിൽ പോയി കേട്ടോ. വീട്ടിൽ പോയി ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്ക് രാഹു വിളിച്ചു. അങ്ങനെ പോയി രാഹുവിനെ പിക്ക് ചെയ്തുകൊണ്ട് വന്ന് നമ്മൾ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം രാഹുവിനെ തട്ടിക്കയറ്റി നമ്മൾ അമ്പലത്തിലോട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ ഇതാണ് കറക്റ്റ് അമ്പലത്തിൻ്റെ ഭാഗം. രാഹു വന്ന സമയം 11:15 നമ്മൾ ആ ഒരു ടൈമിലാണ് അമ്പലത്തിലോട്ട് വന്നതും. അപ്പോൾ എല്ലാവരും അമ്പലമൊക്കെ കണ്ട് കഴിഞ്ഞ് ഉത്സവമൊക്കെ കഴിഞ്ഞ് എല്ലാവരും വീട്ടിൽ പോയി. അപ്പോൾ എന്തായാലും വന്നതല്ലേ, ഇതൊക്കെ കാണണമല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ അമ്പലത്തിൻ്റെ ആ നടക്കുന്ന ഭാഗത്തൊക്കെ കയറി ഒന്ന് ഫുള്ള് കാണുവാണ് കേട്ടോ. ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ഒന്ന് കാണുവാണ്. രാഹു ഷൂ ഇട്ടേക്കുന്നുണ്ടോ, പൂക്കി ഷർട്ടും ഗ്രേ കളർ ലുങ്കിയും ഷൂവും. ആള് വന്നത് വർക്ക് കഴിഞ്ഞ വേഷത്തിലാണ് കേട്ടോ വീട്ടിൽ വന്നത്. വീട്ടിൽ വന്നപ്പോഴത്തേക്കാണ് ആലോചിച്ചത് ഷൂ ഇല്ല, ചെരുപ്പില്ല, ഷൂവും കൊണ്ടാണ് വന്നതെന്ന്. പിന്നെ ആ ഷൂ ഇട്ടും കൊണ്ടാണ് നമ്മൾ കാണാൻ പോയത്. പിന്നെ തിരക്കും കാര്യങ്ങളൊന്നുമില്ല, നമ്മൾ മാത്രമേ ഉള്ളതുകൊണ്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ അവിടെ വെച്ച് നമ്മളെ കുറച്ച് ടീംസിനെ കണ്ടുപിട്ടി. നമ്മൾക്ക് വളരെ കലാറ്റിയെ പറ്റി 2 വാക്ക് പൊക്കി പറയാനല്ല പറഞ്ഞ മികച്ചൊരു മെമ്പറായിരുന്നു നമ്മളുടെ പഞ്ചായത്തില്. അതിനുശേഷം ഞാൻ അത്രയും നല്ലൊരു മെമ്പറെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. മെമ്പർ ഉണ്ടെന്ന് അറിഞ്ഞൂടായിരുന്നു. ഞാൻ കാത്തിരിക്കുന്നുണ്ട്. വരുന്ന തെരഞ്ഞെടുപ്പിൽ കലാറ്റി വന്നാൽ അത്രയും നല്ലത്. മതി, ഇത്രത്തോളം പൊക്കിയാ മതി. അത് അനന്തു ആണ് കേട്ടോ, എൻ്റെ ഫ്രണ്ട് അനാമികയുടെ ബ്രദറാണ് അനന്തു. അവൻ കുഞ്ഞായിരുന്നു. അപ്പോൾ കുഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ നടക്കാൻ തുടങ്ങുന്ന സമയം തൊട്ടേ എനിക്കറിയാവുന്ന ഒരു പ്രോഡക്റ്റാണത്. എൻ്റെ വീടിൻ്റെ തൊട്ടപ്പുറത്താണ് അവൻ. അങ്ങനെ അവൻ ഇപ്പോൾ ബാംഗ്ലൂരൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് അവൻ ഇപ്പോൾ UK പോകാൻ പോകും. അങ്ങനെ എന്തോ സംഭവങ്ങളൊക്കെ ആയിട്ട് നടക്കുവാണ്. അങ്ങനെ അവനുമായിട്ടൊക്കെ സംസാരിച്ചുകൊണ്ട് വന്ന് സമയം ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്ന കാരണം നമ്മൾ അടുത്ത സ്ഥലങ്ങൾ തപ്പി ഇറങ്ങി പോയി. രാഹുവിന് കാറൊക്കെ നോക്കി. എന്നിട്ട് ഞാൻ രാഹുവിനൊരു കാർ മേടിച്ചു കൊടുത്തു. എന്നിട്ട് രാഹുവിൻ്റെ ഇഷ്ടപ്പെട്ട ഫീൽഡാണ് കേട്ടോ ഈ ഗ്ലാസ് ഐറ്റംസ്, ഈ ഗ്ലാസ് ബൗൾസ്, അതൊക്കെ എവിടെ കണ്ടാലും രാഹു ചാടി വീഴും. അതിനോടൊന്നും എനിക്ക് വലിയ താല്പര്യമില്ല. രാഹു കൂടുതലായിട്ട് അതൊക്കെ മേടിക്കുന്നതുകൊണ്ടായിരിക്കും ഞാൻ അതൊന്നും അത്ര മൈക്ക് പോയതാണ് കേട്ടോ. അപ്പോൾ രാഹു അതൊക്കെ മേടിക്കുന്നത് കൊണ്ടായിരിക്കും
എനിക്ക് അതിനോടൊന്നും അത്ര വലിയ താല്പര്യമില്ലാത്തത്. കാരണം എപ്പോഴും വീട്ടിൽ നമുക്കിത് മാത്രം വയ്ക്കാനൊരു ഷോ കേസ് ഉണ്ട്, അത് ഫില്ലായിരിക്കണമെന്ന് രാഹുവിന് ഭയങ്കര ആഗ്രഹമാണ്. ഞാൻ പൊട്ടിക്കുന്നതനുസരിച്ച് രാഹു മേടിച്ച് വെച്ചുകൊണ്ടിരിക്കും. അങ്ങനെ രാഹു അമ്മയും കൂടി അവിടേക്ക് സാധനങ്ങൾ നോക്കിക്കൊണ്ട് നടക്കുവാണ്. അപ്പോൾ നോക്കിയത് മാത്രമേ ഉള്ളൂ, ഒന്നും മേടിച്ചില്ല. കാരണം ഭയങ്കര റേറ്റായിരുന്നു. കാരണം അവർ മറ്റേ തറ ലീസിനല്ലേ, തറ മറ്റേ റേറ്റ് കൊടുത്തല്ലേ എടുക്കുന്നത്. അപ്പോൾ തറ വാടകയും കൂടെ ചേർത്ത് അവർ പ്രൈസ് പറയുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ മറ്റേ വളയം എറിഞ്ഞിടുന്ന കളിയൊക്കെ കളിക്കാൻ പോയി. നമുക്കൊരു സോപ്പൊക്കെ കിട്ടി കേട്ടോ. ഒരു സോപ്പ് കിട്ടിയപ്പോഴത്തേക്ക് പിന്നെ ഭയങ്കര എനർജിയായി, വീണ്ടും മേടിച്ചെറിഞ്ഞു. അതിൽ നിന്നൊന്നും കിട്ടിയില്ല. അത് കഴിഞ്ഞിട്ട് രാഹു അപ്പുറത്ത് പോയിട്ട് മറ്റേ കളർ ഗെയിം കളിച്ചു. അതിൽ നിന്നും ഒന്നും കിട്ടിയില്ല. എല്ലാത്തിൽ നിന്നും പൈസ പോയി എന്നല്ലാണ്ട് വേറൊരു മിച്ചം നമ്മളവിടെ കണ്ടില്ല. അത് കഴിഞ്ഞ് ഇതൊക്കെ കഴിഞ്ഞു, നമ്മൾ അവിടെ ഉത്സവം കഴിഞ്ഞു, ബൈ ബൈ പറഞ്ഞ് വീട്ടിൽ വന്നു. അത്രേ ഉള്ളൂ, ബൈ.